അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നട്ട കൂർക്ക പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ആദ്യം നമ്മൾ പറിക്കാൻ പോകുന്നത് നട്ട് വെക്കാതെ തന്നെ കിടന്ന് മുളച്ചു വന്ന കൂർക്കയാണ്. അതിൽ ചെറിയതായിരുന്നു കിഴങ്ങും. നട്ട് വെച്ച സ്ഥലത്ത് നമുക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത് സിമെന്റിന് മുകളിലാണ് ഇരിക്കുന്നത്. അതാ മണ്ണുള്ള അടിക്കലാണ്. ഇവൾക്കാണ് തളത്തേന് അവൾ ഇച്ചിരി മണ്ണ് കൊണ്ട് ഇത് പറിച്ച് കുത്തി പിന്നെ നന്നാക്കണം. പിന്നെ തണ്ടി കുത്തി കുത്തി പറയും. നീ കളിങ്കിടന്നുണ്ടാവും ഇത്. അതിന്റെ മുകളിൽ കിടക്കണം. പിന്നെ അവിടെ ഉണ്ടാവും. ഇത് മാറ്റി പോലെ ഒരു മാറ്റി കൊണ്ട് ഒരു കളിക്കുന്നില്ല. ഇവിടെയോ ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചി കണ്ടം പറ്റിയിട്ടൊക്കെ കണ്ടം പോലെ മഴക്കാലത്തൊക്കെ ചെടിയല്ലേ ആരെ കണ്ടം വെട്ടാൻ. ഞാൻ പോയി എന്തെങ്കിലും വേണ്ടി വെക്കണം. മണ്ണ് വെച്ചു അവിടെയൊക്കെ കുഞ്ഞിക്കടന്ന് നടക്കുന്ന പണിയുണ്ട്. മണ്ണുള്ളതിൻ്റെ ഒരു ഇറങ്ങുന്നുണ്ട്. റോഡിന് കിട്ടിയില്ലേ സംഭവം. പിടിച്ച് ഇന്നലത്തെ ആയില്ലല്ലോ. ബോട്ടി ഫുള്ളാവട്ടെ. സൂമ്പായി കിടക്കാം. ഇല്ലാന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയത്. ആകെ 2 ഓടയിലേ കുറച്ചുള്ളൂ. മറ്റേ നട്ടതല്ലായിരുന്നു. അത് തന്നെ കിട്ടു വന്നിട്ട് അവിടെ ഞാൻ അതേന്ന് ഒരു തല പറിച്ച് ഇവിടെ നട്ടതായിരുന്നു. ഇതിങ്ങനെ കർണാടക തൂമ്യങ്ങൾ തട്ടി തട്ടി എടുക്കും. അവർ കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല മണല് പോലത്തെ മണ്ണൊക്കെ വേണടാ. നാടൻ കൂർച്ച ഉണ്ട് സൂപ്പ്. അത് കഴിക്കുന്ന മാണോ അനിയന്തി എന്താ എന്നാ ഹലോ ചാരം ഇട്ട് കൊടുത്തമ്മല്ലേ. ചെരുപ്പിൽ വരണം.
ചാരം നല്ല പൊടി പോലെയുള്ള മണ്ണില്ലേ അത് ഇട്ട് കൊടുക്കണം. കുറച്ച് ഇലയൊക്കെ അങ്ങ് വീശി ഇങ്ങനെ വട്ടമായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് അത് നമുക്ക് വേണേൽ ആ മാട്ടെ കൂടെ അങ്ങനെ കെട്ടിയില്ലായിരുന്നു താഴോട്ട് അങ്ങനെ. അതും അങ്ങനെ ഉള്ളു വെച്ചേ നമ്മളവിടെ പറിച്ചത്ര ഇല്ല. ആദ്യത്തെ ലാസ്റ്റ് കൊണ്ട നട്ടതാ. അങ്ങനെ കിടന്നു കുറവാ. വളമൊന്നും ചെയ്യില്ലല്ലോ. ആകെ വെച്ച് ചാരം കൊണ്ടുവന്നിട്ടില്ല. മണ്ണിട്ടപ്പം അതിൻ്റെ അടിയിലേക്ക് കാണും കേട്ടോ. മണ്ണിട്ട നമ്മുടെ ആവശ്യത്തിനുള്ള കൂർക്ക നമ്മളിവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. മെഴുക്കുവരട്ടിയോ കറിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മളിത്തവണ വയലിലൊക്കെ കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ചും കൂടെ വലുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ടേസ്റ്റ് കുറവായിരിക്കും. വെള്ളം കൂടുതലായതുകൊണ്ട് ടേസ്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ എപ്പോഴും ചെറിയ കൂർക്കയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇതിന് വൃത്തിയാക്കാനായിട്ട് ചെറിയൊരു കുപ്പിയിൽ ഉപ്പിട്ടിട്ട് ഇത് കുലുക്കിയെടുത്ത് തൊലി കളയാവുന്നതാണ്.